Hello friends, welcome back to Bilingual Tutorial. Let's start the revision class for semester 4. In today's video, we'll be discussing question answers from the lesson 3 Days to See, an essay written by Helen Keller. At first, it is very short answer question. Answer the following questions in 2 or 3 sentences. First question, why does Helen Keller think it's a blessing if each human being were stricken blind and deaf? ഓരോ വ്യക്തിയും ഒരിക്കലെങ്കിലും ബ്ലൈൻഡ് ആൻഡ് ഡെഫ് ആയിരുന്നുവെങ്കിൽ ഒരനുഗ്രഹമായേനെ എന്ന് ഹെലൻ കെല്ലർ ചിന്തിച്ചത് എന്തുകൊണ്ട്? ആൻഡ് ദ ആൻസർ ഇസ്, ഇഫ് ഈച്ച് ഹ്യൂമൻ ബീയിങ് were stricken blind and deaf for a few days at sometimes during his early adult life, darkness would make him more appreciative of sight, silence would teach him the joy of sound. ഓരോ വ്യക്തിയും കുറച്ച് ദിവസത്തേക്കെങ്കിലും ബ്ലൈൻഡ് ആൻഡ് ഡെഫ് ആയി തീർന്നുവെങ്കിൽ ആ കണ്ണിലെ ഇരുൾ വെളിച്ചത്തിൻ്റെ വില അറിയിച്ചേനെ, നിശബ്ദത ശബ്ദം നൽകുന്ന ആനന്ദം എന്തെന്ന് പഠിപ്പിച്ചേനെ. അതുകൊണ്ടാണ് ഹെലൻ കെല്ലർ ഓരോ വ്യക്തിയും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹൗ വാസ് ഇറ്റ് പോസിബിൾ? ഐ ആസ്ക്ഡ് മൈസെൽഫ്. വിച്ച് ഇൻസിഡൻറ്റ് ലെഡ് ടു ദിസ് റെസ്പോൺസ്? അതെങ്ങനെ സാധ്യമാകുമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ഇങ്ങനെ ചിന്തിക്കാൻ, ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ ഹെലൻ കെല്ലറെ പ്രേരിപ്പിച്ച സിറ്റുവേഷൻ ഏത്? ആൻഡ് ദ ആൻസർ ഇസ്, വൺ ഡേ എ ഗുഡ് ഫ്രണ്ട് ഓഫ് ഹെലൻ കെല്ലർ കെയിം ടു ഹെർ ആഫ്റ്റർ എ ലോങ് വാക്ക് ഇൻ ദ വുഡ്. ഷീ ആസ്ക്ഡ് ദ ഫ്രണ്ട് വാട്ട് ഷീ ഹാഡ് ഒബ്സർവ്ഡ്, ആൻഡ് ദ ആൻസർ വാസ് നത്തിങ് ഇൻ പെർട്ടിക്കുലർ. ഷീ റിപ്ലൈഡ്, ദിസ് ഇൻസിഡൻറ്റ് മെയ്ഡ് ഹെർ think how it is possible to walk for an hour in the forest and fail to notice anything in particular. She mean those who have eyesight don't utilize it properly. ഒരു ദിവസം കാട്ടിലൂടെ നടന്നതിന് ശേഷം തിരികെ എത്തിയ തൻ്റെ സുഹൃത്തിനോട് ഹെലൻ കെല്ലർ ചോദിച്ചു, എന്തൊക്കെ കണ്ടു അവിടെയെന്ന്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും അവർ കണ്ടില്ല എന്നതായിരുന്നു മറുപടി. ഒന്നും തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ എങ്ങനെ കാട്ടിലൂടെ നടക്കാമെന്ന ചിന്തയോടെ ഹെലൻ കെല്ലർ സ്വയം ചോദിച്ചു, അതെങ്ങനെ സാധ്യമാകും? ഇതിലൂടെ ഹെലൻ കെല്ലർ മീൻ ചെയ്തത് കാഴ്ചയുള്ളവർ യഥാർത്ഥത്തിൽ വസ്തുവകകൾ കാണുന്നില്ല എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഹൗ ഡസ് ഷീ പ്ലാൻ ടു സ്പെൻഡ് ദ ഫസ്റ്റ് നൈറ്റ് ഓഫ് സൈറ്റ്? കാഴ്ച കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ രാത്രി എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നാണ് ഹെലൻ കെല്ലർ പ്ലാൻ ചെയ്തത്. ആൻഡ് ദ ആൻസർ ഇസ്, in the night of first day of sight, she wished to see the splendor of artificial light that man has invented. Her mind would be so full of the memories of the day, so she should not be able to sleep. കാഴ്ചയുടെ ആദ്യത്തെ രാത്രിയിൽ മനുഷ്യനിർമ്മിതിയായ ആർട്ടിഫിഷ്യൽ കാണണമെന്നാണ് ഹെലൻ കെല്ലർ പ്ലാൻ ചെയ്തത്. അന്നത്തെ പകൽ അവർക്ക് സമ്മാനിച്ച ഓർമ്മകളാൽ അന്ന് അവൾക്ക് ഉറങ്ങാൻ സാധ്യമാവില്ല എന്നും വിശ്വസിച്ചിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഡസ് ഷീ പ്ലാൻ ടു ഡു ഓൺ ദ സെക്കൻഡ് ഡേ? കാഴ്ചയുടെ രണ്ടാം ദിനം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നാണ് ഹെലൻ കെല്ലർ പ്ലാൻ ചെയ്തത്. ദ സെക്കൻഡ് ഡേ ഷീ വോണ്ട്സ് ടു സീ ദ പേഷ്യൻ്റ് ഓർ എക്സിബിഷൻ ഓഫ് മാൻസ് പ്രോഗ്രസ്, ദ കെലഡോസ്കോപ്പ് ഓഫ് ഏജസ് ആസ് പ്രസൻറ്റഡ് ഇൻ ദ ന്യൂയോർക്ക് മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി. Then she'll visit the Metropolitan Museum of Art and see the painting and sculptures that great artists had made through ages. കാഴ്ചയുടെ രണ്ടാം ദിനം മനുഷ്യചരിത്രം വിവരിക്കുന്ന വിവിധ മ്യൂസിയം കാണുവാൻ ആഗ്രഹിക്കുന്നു ഹെലൻ കെല്ലർ. ക്വസ്റ്റ്യൻ നമ്പർ 5, വാട്ട്സ് ദ ഫസ്റ്റ് തിങ് ഹെലൻ കെല്ലർ വുഡ് ഡു വെൻ ഷീ ഗെറ്റ്സ് ഹർ സൈറ്റ് ബാക്ക്? തനിക്ക് കാഴ്ച തിരികെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണമെന്നാണ് ഹെലൻ കെല്ലർ ചിന്തിച്ചിരുന്നത്. ആൻഡ് ദ ആൻസർ ഇസ്, ഷീ വോണ്ട്സ് ടു സീ ദ പീപ്പിൾ ഹൂസ് കൈൻഡ്നെസ്, ജെൻറ്റിൽനെസ് ആൻഡ് കമ്പാനിയൻഷിപ്പ് have made her life worth living. And at first, she would like to see her dearest teacher, Mrs. Anne Sullivan Mercy, who opened the outer world to her. കാഴ്ചയുടെ ആദ്യ ദിനത്തിൽ തൻ്റെ ജീവിതം അർത്ഥവത്താക്കാൻ തന്നോട് ദയവ് കാണിച്ച സഹൃദയങ്ങളെയെല്ലാം കാണണമെന്നാണ് ഹെലൻ കെല്ലർ ആഗ്രഹിച്ചത്. അതിൽ ഒന്നാമത് തൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ ആനി സുലിവൻ തന്നെയായിരുന്നു. എന്തെന്നാൽ അവരാണ് ഹെലൻ കെല്ലറെ പുറം ലോകത്തേക്ക് എത്തിച്ചത്. സാധിക്കുമെങ്കിൽ ഹെലൻ കെല്ലറിൻ്റെ ഫിലിം ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. Then section 2,
Answer the following questions in 100 words. Short essays ആണ് നെക്സ്റ്റ് സെക്ഷനിലുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ആനി സുലിവൻ ഫ്രം ദ എസ്സേ? Mrs. Anne Sullivan Mercy, the teacher of Helen Keller. And from Helen's words, we can understand how much she got attached to Anne Sullivan, because when Helen Keller gets back her eyesight, she wished to see at first her teacher, her beloved teacher Anne Sullivan. This suggests that Helen has given more value to her teacher than even her parents, because Mrs. Anne Sullivan has opened the outer world to Helen, and according to Helen Keller, she says Mrs. Anne Sullivan is a living evidence of sympathy, patience, with which she accomplished the difficult task of Helen's education. To teach a child who is blind, deaf and dumb is very difficult. Helen could only sense through her hands by touching the things around her. And here Anne Sullivan has taken it as a challenge. She was a strong character and it helped her to take this challenge. And she stood firm in the face of difficulties, and she was that much compassionate for all humanity, which she has revealed to Helen so often. And we can understand this from throughout the lesson, because how Helen Keller has got this much knowledge, it's only through Anne Sullivan, and she has helped to get the things around her through sensing it with her hands. ഹെലൻ കെല്ലറുടെ അധ്യാപികയായ ആനി സുലിവൻ ക്ഷമയുടെയും അനുകമ്പയുടെയും ഒരു ജീവിക്കുന്ന ഉദാഹരണമായിട്ടാണ് ഹെലൻ വിവരിക്കുന്നത്. ഹെലൻ കെല്ലറുടെ ടീച്ചറായ ആനി സുലിവൻ ജോയിൻ ചെയ്യുമ്പോൾ ആക്ച്വലി ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ ഹെർ ടു ടീച്ച് ദ ബ്ലൈൻഡ് ഗേൾ. കാഴ്ചയില്ലാത്ത ഈ കുട്ടിയെ പഠിപ്പിക്കുക എന്നത്, കാഴ്ചയും കേൾവിയും സംസാരശേഷിയും ഇല്ലാത്ത ഈ കുട്ടിയെ പഠിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. ദെൻ അന്ധയായ കുട്ടിയായതുകൊണ്ട് തന്നെ പാരൻസ് അവളെ വിഷമിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ തെറ്റുകൾ തിരുത്തപ്പെട്ടിരുന്നുമില്ല. ആനി സുലിവൻ എന്ന ടീച്ചറുടെ മനക്കരുത്താണ് അങ്ങനെയൊരു ടാസ്ക് അവരെ ഏറ്റെടുക്കാനായിട്ട് അവരെ സഹായിച്ചത്. ഒട്ടും സോഷ്യലല്ലാത്ത ഹെലൻ കെല്ലറെ ഒരു മനുഷ്യക്കുട്ടിയായി മാറ്റുവാൻ തന്നെ അവർ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു. സ്പർശനത്തിലൂടെ മാത്രമായിരുന്നു ഹെലൻ കെല്ലർ എന്തും തിരിച്ചറിയുവാനും പഠിക്കുവാനും ശ്രമിച്ചത്. അതേ രീതിയിൽ തന്നെ ആനി സുലിവൻ ഹെലൻ കെല്ലറെ പുറം ലോകത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. നന്നായി ട്രെയിൻ ചെയ്തതിന് ശേഷമാണ് ഹെലൻ കെല്ലറെ സ്വയം ഒരു ബുക്ക് എഴുതുവാൻ അത്രമാത്രം കേപ്പബിളാക്കി എടുത്തതും ഈ ആനി സുലിവൻ തന്നെയാണ്. Question number 2 from section 2. What would Keller find in the Metropolitan Museum of Art? മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിൽ എന്തൊക്കെ കാണുവാനാണ് ഹെലൻ കെല്ലർ ആഗ്രഹിക്കുന്നത്? The chambers of Metropolitan Museum of Art unfolds before her the spirit of Egypt, Greece and Rome. Helen Keller would like to see the sculptured gods of ancient Nile land, the Pantheon races, Athenian warriors, Apollo, Venus and Homer, and she would like to see Michelangelo's Moses, the sculptures of Rodin, the Gothic wood carving, Greek vases and the paintings of great masters like Leonardo, Titan and Rembrandt. മെട്രോപൊളിറ്റൻ മ്യൂസിയം മനുഷ്യനിർമ്മിതിയുടെ എണ്ണമറ്റൊരു ശേഖരമാണ്. ഈജിപ്റ്റ്, ഗ്രീസ്, റോം മുതലായ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളുടെ പഠനം കരനിർമ്മിതമായ അവിടുത്തെ ദൈവശില്പങ്ങളിൽ നിന്ന് സാധ്യമാണ്. കൂടാതെ റിനൈസൻസ് നിർമ്മിതികളിൽ പ്രശസ്തമായ ഇറ്റാലിയൻ മൈക്കലാഞ്ചലോസ് മോസസ്, ഫ്രഞ്ച് റോഡിൻ്റെ പ്രതിമകൾ, മരത്തിൽ തീർത്ത ഗോത്തിക് ശില്പങ്ങൾ, ഗ്രീക്ക് വേസസ്, കൂടാതെ ലിയനാർഡോ ഡാവിൻസി, ടൈറ്റൻ, റെംബാർഡ്സ് പോലുള്ള പ്രശസ്തരായ വ്യക്തികളുടെ പെയിൻറ്റിങ്സ് തൻ്റെ കരങ്ങളാൽ സ്പർശിച്ച് മാത്രം അറിഞ്ഞിട്ടുള്ള ഇവയെ കണ്ണ് നിറയെ കണ്ടാസ്വദിക്കുവാൻ ഹെലൻ കെല്ലർ ആഗ്രഹിച്ചു. Question number 3 from second section. Use your eyes as if tomorrow you would be stricken blind. Explain. നാളെ നിങ്ങൾ അന്ധരായി തീരും എന്ന രീതിയിൽ
നിങ്ങളുടെ കാഴ്ചശക്തി പ്രയോജനപ്പെടുത്തൂ. ഈ വരികൾ വിശദീകരിക്കൂ. And the answer is, Helen Keller concludes the essay by expressing one admonition, that is, strong warning to who can see. She advises the people who are blessed with eyesight to use their eyes to full purpose, to see the things around them as if they would be stricken blind on the next day. And the same method can be applied to other senses too. Hear the music of voices, the song of bird, and mighty strains of the orchestra as if they would be stricken deaf next day. And touch each object they want to touch, smell the perfume of flowers, taste the relish each morsel as if these all could be lost on the next day. Make use of the most every sense and enjoy the beauty of nature, achieve the pleasure it provides. Through this essay, Helen Keller says people who are blessed with the senses are not utilizing it in proper way. She has imagined an impossible thing. She is getting eyesight for the 3 days. And through this, she explains how we are not utilizing the sense and how it can be used. ഹെലൻ കെല്ലർ 3 days to see എന്ന ഈ എസ്സേ അവസാനിപ്പിക്കുന്നത് ഒരു ഉപദേശത്തോടെയാണ്. കാഴ്ചയും കേൾവിയും സംസാരശേഷിയും ഇല്ലാത്ത അവർ ഈ ലോകത്തിൽ എത്രയോ കാര്യങ്ങൾ കണ്ടിരിക്കുന്നു, എത്രയോ കാര്യങ്ങൾ കേട്ടിരിക്കുന്നു, ആസ്വദിച്ചിരിക്കുന്നു എന്നത് ഈ എസ്സേയിലൂടെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. എന്നാൽ കാഴ്ചയും കേൾവിയും മറ്റു കഴിവുകളുമുള്ളവർ പലപ്പോഴും അത് ഉപയോഗിക്കുന്നു പോലുമില്ല. അതിനാൽ ഹെലൻ കെല്ലർ അങ്ങനെയുള്ളവരെ ഉപദേശിക്കുകയാണ്. നാളെ ഈ കാഴ്ചയും കേൾവിയും ഒക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം എന്ന ചിന്തയിൽ ഓരോ നിമിഷവും നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള കഴിവുകൾ ആസ്വദിക്കൂ. കൺമുമ്പിലുള്ളവയുടെ എല്ലാം സൗന്ദര്യം ആസ്വദിക്കൂ. ചുറ്റുമുള്ള ശബ്ദത്തിൻ്റെ മാധുര്യം അനുഭവിക്കൂ. മറ്റു ജ്ഞാനേന്ദ്രിയങ്ങൾ പരമാവധി ഉപയോഗിക്കൂ. നാളെ ഇവയെല്ലാം നമുക്ക് നിഷേധിക്കപ്പെട്ടേക്കാം. ഹെലൻ കെല്ലർ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത 3 ദിവസത്തെ കാഴ്ചശക്തി എന്ന തികച്ചും സാങ്കല്പികമായ ഒരു സാഹചര്യത്തെ ഇവിടെ ഈ എസ്സേയായി ചിത്രീകരിച്ചിരിക്കുന്നു. നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഉപയോഗിക്കാം, ഈ പ്രകൃതിയെ എങ്ങനെ അറിയാം, അതിൽ നിന്ന് സന്തോഷം നേടാം എന്ന് കാണിച്ചു തരികയാണ് അവർ ഈ എസ്സേയിലൂടെ ചെയ്തിരിക്കുന്നത്. Question number 4 from section 2. What are Keller's plan for the 3rd day? കാഴ്ചയുടെ 3-ാം ദിവസത്തേക്കുള്ള ഹെലൻ്റെ പ്ലാൻ എന്തായിരുന്നു? And the answer is, there is only one more day left, and so no more time is there to waste or regret or for any other longings. She would spend this last and 3rd day to watch the panorama of everyday life. From the domestic side of Long Island, she would cross a bridge to New York and look at the never-ending forest of concrete buildings. The gods would feel envy at man's power and choose these skyscrapers as their mansions. But she wonders how many of the people in New York ever turn to observe these imposing structures a second time. She had once gone top of the Empire State Building and had seen the sight around through the eyes of her secretary. Now she would go again and see it with her own eyes, and she won't be disappointed at that sight, for it will be a brave new world to her. She would spend some time watching the people and listening what they say. For some time she would see one splendor of colors, indistinguishable mass of men and women dressed in so many different ways. But there are the slums and factories where one can see human misery. Here, miserable life human beings is reality, and it cannot be shunned, or to close eyes against this is not a good thing, because it's also the part of human life. And closing our eyes towards the miserable life or miseries of human beings is something like closing our heart and mind towards the miserable people around us.
And as it is the last day of sight, which is drawing to an end, she would like to spend the remaining hours of the evening watching a hilariously funny play, because it might appreciate the overtones of comedy in human spirit, so that she can enjoy, or she can have a light on the darkness which is upcoming in her days. കാഴ്ചയുടെ 3-ാം ദിവസം. ഇനി ഈ ദിവസം മാത്രം. അതിനാൽ ചിന്തിച്ചിരിക്കുവാനോ വേസ്റ്റ് ചെയ്യുവാനോ സമയമില്ല. ദൈനംദിന ജീവിതത്തിലെ മനോഹാരിത ആസ്വദിക്കണം എന്നാണ് ഹെലൻ കെല്ലർ തീരുമാനിച്ചിരിക്കുന്നത്. ലോങ് ഐലൻഡ് എന്ന പ്രകൃതി രമണീയമായ തൻ്റെ ഗ്രാമത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം കണ്ടതിന് ശേഷം കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ഒരു വനം എന്ന് തോന്നപ്പെടുന്ന ന്യൂയോർക്ക് സിറ്റിയിലെത്തി. ആരെയും അതിശയിപ്പിക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. എന്നാൽ ഇവിടെ എത്ര പേർ ഇതിൻ്റെയൊക്കെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്? അവർ സംശയിച്ചു. ഒരു വട്ടം ആസ്വദിച്ചിട്ടുണ്ടാവാം, എന്നാൽ രണ്ടാമതും പല ആവർത്തിയും ഈ കെട്ടിടങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ അവർ തുനിഞ്ഞിട്ടുണ്ടാകുമോ? ചുറ്റുമുള്ള മനുഷ്യജീവിതത്തെ ഒന്ന് പഠിക്കാനുള്ള ശ്രമം ഹെലൻ കെല്ലർ നടത്തുന്നു. അവർ സിറ്റിയിലുള്ള പാർക്ക് അവന്യൂ, സ്ലം, ഫാക്ടറീസ്, പാർക്ക് എല്ലായിടത്തും പോയി ജനജീവിതങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. പല കാഴ്ചകളും മനസ്സിന് ആനന്ദം നൽകുന്നതായിരുന്നു. എന്നാൽ ചിലത്, പിന്നീട് പലതും കാണണ്ട എന്ന് തോന്നിയെങ്കിലും കണ്ണുകൾ അടച്ചില്ല. കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ഹെലൻ കെല്ലർ തിരിച്ചറിയുന്നു. കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ കണ്ണടയ്ക്കുന്നത് അവരുടെ മുന്നിൽ നമ്മുടെ ഹൃദയം അടക്കുന്നത് പോലെയാണ് എന്ന് ഹെലന് തോന്നി. 3-ാം ദിവസം അവസാനിക്കാനായിരിക്കുന്നു. വൈകിട്ട് ഒരു ഫണ്ണി പ്ലേ കാണണമെന്ന് അവർ നിശ്ചയിക്കുന്നു. കാഴ്ചയുടെ ഈ 3-ാം ദിവസത്തിൻ്റെ ആനന്ദം സന്തോഷിച്ചുകൊണ്ട് മനസ്സിൽ ഉറപ്പിക്കാം. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൻ്റെ ഇരുട്ടിൽ ഇതൊരു വിട്ടം വിതരാൻ ഈ ദിനങ്ങൾക്ക് കഴിയട്ടെ. Then section 3, answer the following questions in 300 words, that is essay questions. First question, how does Helen Keller plan to spend her 3 days of sight? For essay questions, points will be given. You need to write down the answer expanding that points. essay questionsന് പോയിൻറ്റ്സ് മാത്രമേ തരുള്ളൂ. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. This question's answer, you need to write an introduction, something about Helen Keller and her present status. We need to write in the beginning as an introduction. Then in second paragraph we can write Helen's general opinion about people who has eyesight. സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്ക് ഹെലൻ കെല്ലറിൻ്റെ ഒരു ജനറൽ ഒപ്പീനിയൻ എഴുതാം, ഐസൈറ്റുള്ള മനുഷ്യരെ കുറിച്ചിട്ടുള്ള ഒരു ജനറൽ ഒപ്പീനിയൻ. ആൻഡ് ഇൻ തേർഡ് പാരഗ്രാഫ് വി ക്യാൻ നറേറ്റ് വാട്ട് ഓർ ഹൗ ഹെലൻ കെല്ലർ ഇമാജിൻഡ് ടു ഗെറ്റ് 3 days of sight. ആ 3 ദിവസത്തെ കാഴ്ച കിട്ടുന്നതിനെക്കുറിച്ച് ഹെലൻ കെല്ലർ ഇമാജിൻ ചെയ്തതിനെ നമുക്കിവിടെ നറേറ്റ് ചെയ്യാം. തേർഡ് പാരഗ്രാഫ് അതൊരു ലോങ് പാരഗ്രാഫ് ആയിരിക്കും. ദെൻ in fourth paragraph we can start writing those 3 days incidents. ആ 3 daysൻ്റെ ഇൻസിഡൻസ് നമുക്ക് 4th 5th ഒക്കെ ആയിട്ട് എഴുതാം. സോ ഫോർത്ത് പാരഗ്രാഫിൽ വി ക്യാൻ ഇൻക്ലൂഡ് ഫസ്റ്റ് ഡേ ഓഫ് സൈറ്റ്, അതെങ്ങനെയായിരുന്നു. ദെൻ നൈറ്റ് ഓഫ് ഫസ്റ്റ് ഡേ ഓഫ് സൈറ്റ് എങ്ങനെയാണ്, അത് രണ്ടും എഴുതുക. ദെൻ ഇൻ 5th പാരഗ്രാഫ് വി ക്യാൻ റൈറ്റ് സെക്കൻഡ് ഡേ ഓഫ് സൈറ്റ്. സെക്കൻഡ് ഡേ ഓഫ് സൈറ്റിൽ ഇത്തിരി ലോങ് ആയിട്ട് എഴുതേണ്ടി വരും, സോ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. Then third day of sight can be written as 6th paragraph. Then in 7th paragraph we can write the advice Helen Keller is giving. Then as conclusion we can sum up by saying something about Helen Keller's contribution to the whole world. Question number 2 from section 3. Explain your perspective of Helen Keller as a lover of nature. See, ഹിയർ ഓൾസോ വി നീഡ് ടു റൈറ്റ് എൻ ഇൻട്രൊഡക്ഷൻ. ഇതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവിടെയും നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എഴുതണം. ദെൻ ത്രൂ ഔട്ട് ദിസ് എസ്സേ ഹെലൻ കെല്ലർ ഹാസ് ഹൈലൈറ്റഡ് ഹർ ലവ് ഫോർ നേച്ചർ. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഇമേജറീസ് ഷീ ഹാസ് യൂസ്ഡ്. ദിസ് എസ്സേ ഹാസ് എൻ അക്കൗണ്ട് ഓഫ് ഹെലൻ കെല്ലേഴ്സ് ബ്യൂട്ടിഫുൾ ഇമാജിനേഷൻ അബൌട്ട് നേച്ചർ. In her interaction with her friend who came back from the woods, she has explained each and every minute corners of the nature which a person with sight even couldn't notice, and mentioned those imageries she had used in the essay. ഇവിടെ നമ്മൾ
ഹെലൻ കെല്ലർ അവരുടെ സുഹൃത്തിനോട് സംസാരിക്കുന്ന ഒരു ഇൻറ്ററാക്റ്റീവ് സെക്ഷൻ ഉണ്ട്, സുഹൃത്ത് കാട്ടിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം. സോ അപ്പോഴവർ യൂസ് ചെയ്യുന്ന സം ഇമേജറീസ്, നേച്ചറിൻ്റേതായിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ അവരവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്കിവിടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്, പോയിൻറ്റ്സ് ആയിട്ട് തന്നെ അത് എഴുതുക. ദെൻ everything she went to see on these 3 days are merely an image of nature. ഈ 3 ദിവസവും അവർ കാണാൻ ആഗ്രഹിച്ചതൊക്കെ തന്നെ പ്രകൃതിയുടെ ഒരു ഇമേജ് തന്നെയായിരുന്നു. അതിൽ ഒഴിവാക്കാൻ പറ്റുന്നത് ആകെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് മാത്രമായിരുന്നു. ആൻഡ് there are different ways in which she explains the things around her, and it will tell us how much she enjoys the nature that even sometimes a man with sight couldn't recognize. And in the concluding portion, she has explained some more imageries from nature, and she didn't forget to advise the people with sight to enjoy the nature, and she mentions that how one can enjoy the splendor of nature by using his sense. And so from all these images and examples we can understand how much she loves the nature. എത്ര ആത്മാർത്ഥമായിട്ടാണ് അവർക്ക് ചുറ്റുമുള്ള വസ്തുതകൾ ഹെലൻ കെല്ലർ ഈ എസ്സേയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ നിന്നും എത്രമാത്രം നേച്ചറിനോട് ഈ വ്യക്തി അറ്റാച്ച്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ എസ്സേ അവസാനിപ്പിക്കുന്നിടത്ത് പോലും മനുഷ്യരെ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. തനിക്ക് ചുറ്റുമുള്ള വസ്തുവകൾ ആസ്വദിക്കുവാനും അതിൻ്റെ ആനന്ദം കണ്ടെത്തുവാനുമാണ് അവർ മനുഷ്യർക്ക് നൽകുന്ന ഒരു ഉപദേശം. ഇതിൽ നിന്നൊക്കെ എത്രമാത്രം മികച്ച ഒരു പ്രകൃതി സ്നേഹിയാണ് ഹെലൻ കെല്ലർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇഫ് ദിസ് ഈസ് ഹെൽപ്ഫുൾ, പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്, ലെറ്റ് ദം ലേൺ. അവരും പഠിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.